ഹലോ, നമസ്കാരം. ട്രിവാൻഡ്രം അഡീനിയംസിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ അഡീനിയം കച്ചവടത്തിലെ കള്ളക്കളികൾ എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കി. ഇന്നത്തെ വീഡിയോയിൽ ഗ്രാഫ്റ്റഡ് അഡീനിയം വാങ്ങുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് എന്തൊക്കെയാണെന്നും എങ്ങനെ നല്ല ചെടികൾ തിരഞ്ഞെടുക്കാമെന്നും പരിചയപ്പെടുത്തുന്നു. ഒപ്പം 2 രീതിയിലുള്ള ഗ്രാഫ്റ്റിംഗ് എല്ലാവർക്കും ഈസിയായി ചെയ്യാവുന്നതാണ്. ഞാൻ നല്ല ചെടികളെന്ന് പറഞ്ഞത് നിറയെ ബ്രാഞ്ചുകളുള്ള ബോൺസായ് ഷേപ്പ് ചെടികൾക്കാണ്. ഇതൊരു ഗ്രാഫ്റ്റ് ചെയ്ത പ്ലാന്റാണ്. പ്രൂൺ ചെയ്ത് നല്ല ഷേപ്പ് ആക്കിയതാണ്. ഇതാണ് അഡീനിയം അറേബിക്കം. ഇതിന് വെട്ടി ഷേപ്പ് വരുത്തേണ്ട ആവശ്യമില്ല. അറേബിക്കം നാച്ചുറൽ ബോൺസായി ആണ്. ഇതിൻ്റെ വീഡിയോ നേരത്തെ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ഷോർട്ടായിട്ടുള്ള പ്ലാന്റുകൾക്ക് സാധാരണയായി വില അല്പം കൂടുതലായിരിക്കും. ഈ പ്ലാന്റിന് വലിയ ഭംഗിയൊന്നുമില്ല, പക്ഷേ നല്ല കോഡക്സ് ആണ്. ഇത് വാങ്ങി നന്നായി പ്രൂൺ ചെയ്തെടുത്താൽ ഏകദേശം 1 മാസം കഴിഞ്ഞ് ഇതുപോലെ നിറയെ ബ്രാഞ്ചൊക്കെ വന്ന് ഒരു കുട്ടി ബോൺസായി ഷേപ്പായി കിട്ടും. ഈ വളയം പോലെ കാണുന്ന അടയാളമാണ് ഗ്രാഫ്റ്റഡ് പോർഷൻ. ഈ മാർക്ക് മദർ പ്ലാന്റ് വളർന്നു വന്നത് മുറിച്ച് കളഞ്ഞതിൻ്റേതാണ്. ഇതും മറ്റൊരു ഗ്രാഫ്റ്റഡ് പ്ലാന്റ് ആണ്. ഗ്രാഫ്റ്റ് ഇതുവരെ മെച്യൂർ ആയിട്ടില്ല. ഈ കാണുന്നത് മദർ പ്ലാന്റിൻ്റെ മുള വരുന്നതാണ്. ഇത്തരം മുളകൾ മുറിച്ച് കളയുന്നതാണ് നല്ലത്. അതായത് ഗ്രാഫ്റ്റ് ചെയ്തതിൻ്റെ താഴെ നിന്നും മുളയ്ക്കുന്നത്. ഇത് കട്ട് ചെയ്തില്ലെങ്കിൽ ശക്തിയായി വളർന്ന് നമ്മുടെ ഗ്രാഫ്റ്റ് ചെയ്ത ഹൈബ്രിഡിൻ്റെ വളർച്ചയെ നന്നായി കുറയ്ക്കും. ഇത് നന്നായി മെച്യൂറായ ഒരു ഗ്രാഫ്റ്റഡ് പ്ലാന്റ് ആണ്. മദർ പ്ലാന്റും ഗ്രാഫ്റ്റഡ് പ്ലാന്റും ചേർന്ന ഭാഗം ഏകദേശം ഒരേപോലെ ആയിട്ടുണ്ട്. എങ്കിലും സൂക്ഷിച്ചു നോക്കിയാൽ ഒരു വര പോലെ കാണാൻ സാധിക്കും. ഗ്രാഫ്റ്റഡ് പ്ലാന്റ് വാങ്ങുമ്പോൾ ഇത് നോക്കിയും നല്ല പ്ലാന്റ് തിരഞ്ഞെടുക്കാവുന്നതാണ്. ഇതൊരു മെച്യൂറായ നന്നായി വളർന്ന ഗ്രാഫ്റ്റഡ് പ്ലാന്റ് ആണ്. ഇത് മറ്റ് ഹൈബ്രിഡ് പ്ലാന്റുകളെ അപേക്ഷിച്ച് നല്ല വലിപ്പമുള്ള പൂക്കളുള്ളൊരു വെറൈറ്റിയാണ്. അഡീനിയം കളക്ടേഴ്സിൻ്റെ ഫേവററ്റ് പ്ലാന്റുകളിൽ ഒന്നാണിത്. വലിപ്പ വ്യത്യാസം മനസ്സിലാകാൻ മറ്റൊരു ഹൈബ്രിഡ് ഇനത്തിൻ്റെ പൂവാണ് കയ്യിൽ വച്ചിരിക്കുന്നത്. ഈ സെയിം വെറൈറ്റിയുടെ ചെറിയ ചെടികളാണിത്. ഇത് മൂന്നും ഒരിനം തന്നെയാണ്. ഇലകളുടെ ഷേപ്പ് കണ്ടാൽ നന്നായി മനസ്സിലാക്കാൻ സാധിക്കും. ഇലകൾ തമ്മിലുള്ള വ്യത്യാസം മനസ്സിലാകാൻ മറ്റൊരു ഗ്രാഫ്റ്റഡ് ഹൈബ്രിഡ് പ്ലാന്റാണ് ഒപ്പം കാണിക്കുന്നത്. ശരിക്കും വ്യത്യസ്തമായ ഷേപ്പിലുള്ള ഇലകളാണിത്. പൂക്കളില്ലാത്ത സീസൺ ആണെങ്കിൽ ഇലകളുടെ വ്യത്യാസം നോക്കി പല വെറൈറ്റി ചെടികൾ വാങ്ങാവുന്നതാണ്. ഇനി നമുക്ക് ഗ്രാഫ്റ്റ് ചെയ്യുന്നത് എങ്ങനെയെന്ന് നോക്കാം. ആദ്യം ഫ്ലാറ്റ് ഗ്രാഫ്റ്റ് ആണ് കാണിക്കുന്നത്. ഇതൊരു പിങ്ക് സാധാരണ അഡീനിയമാണ്. ഇതിൻ്റെ മുകൾ ഭാഗം നമുക്ക് മുറിച്ചു മാറ്റാം. അതിനുശേഷം കത്തി, ടിഷ്യൂ പേപ്പറോ വൃത്തിയുള്ള തുണിയോ ഉപയോഗിച്ച് നന്നായി തുടയ്ക്കണം. ഇതാണ് നമ്മുടെ റൂട്ട് സ്റ്റോക്ക്. ഇനി നമ്മൾ ഗ്രാഫ്റ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഹൈബ്രിഡ് ചെടിയിൽ നിന്നും നല്ല മെച്യൂറായ ഒരു ശിഖരം കട്ട് ചെയ്തെടുക്കണം. അതിൽ നിന്നും ഏകദേശം 1 സെൻറ്റിമീറ്റർ നീളമുള്ള ഒരു കഷണം മുറിച്ചെടുക്കണം. ഇങ്ങനെ മുറിക്കുമ്പോൾ ആവശ്യത്തിന് നോഡ് ഉണ്ടായിരിക്കാൻ ശ്രദ്ധിക്കേണ്ടതാണ്. ഇല പൊഴിഞ്ഞുപോയ ഭാഗത്തിനാണ് നോഡെന്ന് പറയുന്നത്. ഇനി മുറിച്ചെടുത്ത കഷ്ണം വീഡിയോയിൽ കാണുന്ന പോലെ റൂട്ട് സ്റ്റോക്കിൽ നന്നായി ചേർത്ത് വെച്ചിട്ട് പ്ലാസ്റ്റിക് കൊണ്ട് കെട്ടിവയ്ക്കണം. അടുത്തതായി വി ഗ്രാഫ്റ്റ് ആണ്. വി ഗ്രാഫ്റ്റ് എന്ന് പറയുന്നത് റൂട്ട് സ്റ്റോക്കിൽ വി ആകൃതിയിൽ പിളർത്തുകയോ മുറിച്ചു മാറ്റുകയോ ചെയ്യുന്നതാണ്. വീഡിയോയിൽ കാണുന്ന പോലെ 2 ഭാഗവും ചെത്തിക്കളഞ്ഞ ശേഷം പിളർത്തിയ റൂട്ട് സ്റ്റോക്കിലേക്ക് ഇറക്കി വയ്ക്കണം. അതിനുശേഷം നേരത്തെ ചെയ്ത പോലെ പ്ലാസ്റ്റിക് ഷീറ്റ് കൊണ്ട് നന്നായി കെട്ടണം. ഫ്ലാറ്റ് ഗ്രാഫ്റ്റ് 2 ആഴ്ച കൊണ്ടും വി ഗ്രാഫ്റ്റ് 1 ആഴ്ച കൊണ്ടും റൂട്ട് സ്റ്റോക്കിൽ ഒട്ടിപ്പിടിക്കും. ഇപ്പോൾ ഇത്രമാത്രം. വീണ്ടും ഒരു വീഡിയോയുമായി കാണും വരെ നന്ദി, നമസ്കാരം.